ലാൽകുമാർ, BJP ഇപ്പോൾ ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ കൂടി CPM കോടതിയിൽ പോയി ഇത്തരത്തിലൊരു വിധി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാങ്ങിയെടുത്ത് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് എത്രമാത്രം വലിയ ഗുരുതരമായ ഒരു വാർത്തയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി വിവരങ്ങൾ നൽകാതെ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പണം വാങ്ങി നയങ്ങൾ പോലും മാറ്റി അന്വേഷണ ഏജൻസികളെ പോലും ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒരു ഗുണ്ടാപ്പിരിവ് നടത്തുന്നത് പോലെ ഈ ED ഒക്കെ നിർത്തിക്കൊണ്ട് പൈസ പിരിച്ചെടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായി എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ അതെത്രമാത്രം ഗുരുതരമാണ്. അല്ല, ഇവിടെ നോക്കൂ, വളരെ മാന്യമായി നടന്ന ഒരു പ്രോസസ്സാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി മണി അക്വയർ ചെയ്തതെങ്കിൽ സുപ്രീം കോടതി അത് റദ്ദാക്കേണ്ട കാര്യമില്ല. അതാണ് അതിൻ്റെ വളരെ സിമ്പിൾ ലോജിക്. സുപ്രീം കോടതി പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത് ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ആർട്ടിക്കിൾ 19(1)A പ്രകാരം. അത് ഒരു പാർട്ടിയിലേക്ക് പോകുന്ന പൈസ ആര് കൊടുത്തു, എപ്പോൾ കൊടുത്തു എന്നൊക്കെ അറിയാൻ വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു കാൻഡിഡേറ്റ് നോമിനേഷൻ കൊടുക്കുമ്പോൾ അയാളുടെ സ്വത്ത് വിവരങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. അത് കൊടുക്കുന്നതും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാര്യം ആർട്ടിക്കിൾ 19(1)A പ്രകാരം ഒരു കാൻഡിഡേറ്റ് ആരാണ്, ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, ഞാനിപ്പോൾ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. തോമസ് ഐസക്കിന് വോട്ട് ചെയ്യാൻ പോകുമ്പം എൻ്റെ തോമസ് ഐസക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് എന്ന അഭിപ്രായ രൂപീകരണത്തിന് തോമസ് ഐസക്കിനെ കുറിച്ച് ഞാൻ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതേ പ്രിൻസിപ്പിളാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും വർക്ക് ചെയ്യുന്നത്. ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എന്തടിസ്ഥാനത്തിൽ കിട്ടി? നോക്കൂ, ഇവിടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ. 65% ടോട്ടൽ ബോണ്ടിൻ്റെ മണിയിൽ നിന്ന് 65% മറ്റും നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്, BJPക്കാണ്. ആ പണം 65% നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതേലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പണം നിങ്ങളുടെ എത്താതിരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ടോട്ടലിൻ്റെ 65% അതിന് മുകളിലോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന കമ്പനികളെല്ലാം അത്ര നന്നായിട്ട് റൺ ചെയ്യുന്ന പോകുന്ന കമ്പനി അല്ല. ഇപ്പം 12,000 കോടി രൂപയുണ്ടെങ്കിൽ അതിനകത്ത് 65% നിങ്ങൾക്ക് വന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം സാന്റിയാഗോയുടെ പണം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ്. അതിന് നിങ്ങൾക്ക് അത് മാത്രം നിങ്ങൾക്ക് വന്നിട്ടില്ല, നല്ല പുണ്യം പവിത്രമായിട്ടുള്ള മറ്റു പണങ്ങളാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതെന്നുള്ള വാദം ശരിക്കും പറഞ്ഞാൽ ചുമ്മാതെ വാദിക്കാവുന്നേ ഉള്ളൂ. അതിന് വലിയ കാര്യമില്ലാത്തൊരു വാദമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അത് സുപ്രീം കോടതി പല പ്രാവശ്യം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണത്, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വളരെ വൃത്തിയായി ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെ അല്ലെങ്കിൽ ED ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഉപയോഗിച്ച് ഇവരെ പ്രഷറൈസ് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം ബോണ്ട് മേടിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള പ്രോസസ്സ് നടന്നിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അത് VPP പറയുന്നതിനകത്ത് വളരെ ന്യായമുള്ളൊരു കാര്യമാണ്. ഇന്ന് കരൺ താപ്പറിന് 2 ദിവസം മുമ്പ് കരൺ താപ്പറിന് ജസ്റ്റിസ് മദൻ ലോക്കൂർ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ക്വിഡ് പ്രോ ക്യൂ, നമ്മളത് ജുഡീഷ്യറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇവർക്ക് ഈ പൈസ കിട്ടിയപ്പം നമ്മൾ വളരെ പ്രാധാന്യമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്ക് തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നോക്കൂ, BJPക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് അധികാരവർഗമാണ് BJP ആണ് രാജ്യം റൂൾ ചെയ്യുന്നത്. കോൺഗ്രസിനെ ഒരു നിമിഷത്തേക്ക് ഞാൻ മാറ്റി വെക്കാം, കോൺഗ്രസിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആ പറയുന്ന പാർട്ടിയിലേക്ക് ഈ പണം ചെല്ലുമ്പോൾ എന്ത് തിരിച്ചാണ് ഇവർ കൊടുത്തിരിക്കുന്നത്? തിരിച്ച് സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളൊരു പ്രധാനമായ ചോദ്യമുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് അഴിമതിയിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇപ്പം നോക്കൂ, നിങ്ങൾക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണം പ്രഖ്യാപിച്ച് ഇത് അവോയ്ഡ് ആ EDയുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ നിന്ന് ഒരാൾക്ക് പുറത്തു പോകാൻ BJPയുടെ ബോണ്ട് ഇത്ര മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറപ്ഷനാണ്, അത് ബ്ലേറ്റന്റ് കറപ്ഷനാണ്. അതിന് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു ആസ്പെക്റ്റ് എന്താണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ആ കിട്ടിയ തുക നമുക്കറിയാം. ആരിൽ നിന്ന് കിട്ടി, എപ്പോൾ കിട്ടി, എങ്ങനെ കിട്ടി, എന്തിന് കിട്ടി? ഈ ചോദ്യങ്ങൾക്കൊക്കെ SBIയുടെ ഡീറ്റെയിൽസിൽ നിന്ന് മറുപടിയും ഇലക്ഷൻ കമ്മീഷനും പറയേണ്ടതായിട്ടുണ്ട്. അത് അവർ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ SBI പോലൊരു സ്ഥാപനം
സുപ്രീം കോടതി വന്നിട്ട് ലാഫിംഗ് സ്റ്റോക്ക് ആകുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ ശക്തമായാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുള്ളത്. SBIയുടെ അന്തസ്സുള്ളൊരു SBIയുടെ തലവനായിരുന്നെങ്കിൽ രാജിവെച്ചിട്ട് വീട്ടിൽ പോയനെ. ഞാൻ പറയുന്നതിന് എക്കോ കേൾക്കുന്നത് അത് കറക്റ്റ് ചെയ്യാൻ പറയൂ. എപ്പോഴും ഉള്ളതാണ് ഈ പരിപാടി. ഈ പറയുന്ന SBIയുടെ തലവൻ രാജിവെച്ച് വേറെ വല്ല വീട്ടിൽ പോയനെയും. ആദ്യം ഇവർ പറഞ്ഞ എന്താണ്, 26 ഡേയ്സ് ഇവർ ഇതേ അടയിരുന്നു. 26 ഡേയ്സ് ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞ് 26 ദിവസം ഇതിനകത്ത് അടയിരുന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജൂൺ അവസാനമേ തരാൻ പറ്റൂ. എന്താ ജൂൺ അവസാനത്തിന്റെ പ്രത്യേകത? അപ്പോഴത്തേനും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കിട്ടേണ്ട ഈ പറയുന്ന എന്താണോ നടക്കേണ്ടത് അത് നടന്നു കഴിയും. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ തന്നെ ഈ സീരിയൽ നമ്പറുകൾ ഒന്നും ഇട്ടിട്ടില്ല. സീരിയൽ നമ്പറുകൾ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. കോടതി ചോദിക്കുന്നുണ്ട് എന്താണ് അതിന് പറ്റിയതെന്ന്. അത് look this is willful disobedience. Willful disobedience by someone is contempt of court. അതിനകത്ത് ഒരു സംശയം വേണ്ട, അത് കണ്ടംപ്റ്റ് ആണത്. അതിനകത്ത് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇവിടെ നോക്കൂ, ഈ പറയുന്ന ഓരോ നമുക്കതിൻ്റെ ഏറ്റവും ഇൻട്രിക്കേറ്റ് ആയിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടികൾക്ക് പണം കിട്ടുന്നു. ഇപ്പം ഇന്നിപ്പോൾ VPP പറഞ്ഞതും താങ്കൾ പറഞ്ഞതും തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ആ VPP പറഞ്ഞതിനകത്തെ കണ്ടന്റ് വൈസ് അല്ല ഞാൻ പറയുന്നത്, റിലയൻസിന് പൈസ കിട്ടിയിട്ടില്ല, അല്ലെ അദാനിക്ക് പൈസ കിട്ടിയിട്ടില്ല. നോക്കൂ, ഞാനിപ്പം റോയിറ്റേഴ്സിൻ്റെ ഒരു വാർത്ത എൻ്റെ മുന്നിലുണ്ട്, അത് ഞാൻ വായിക്കാം. റോയിറ്റേഴ്സ് ഇന്ന് മാർച്ച് 15, 2024 5:37 വിട്ടിരിക്കുന്ന വാർത്തയാണ്. അതിനകത്ത് ക്യുക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി, QWIK, അതെങ്ങനെ അതിൻ്റെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പെല്ലിംഗ് തന്നെ വായിക്കുകയാണ്. എ ടോപ്പ് ബയർ ഓഫ് ഇന്ത്യൻ ഇലക്ട്രൽ ബോണ്ട് ഈസ് അഫിലിയേറ്റഡ് ടു അംബാനീസ് റിലയൻസ് ഫയലിംഗ് ഷോസ്. അവർ മേടിച്ചിരിക്കുന്നത് $50 മില്യൺ ഈക്വലൻ്റ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ അദാനിയോ അംബാനിയോ ഇത് വാങ്ങിച്ചിട്ടില്ല എന്ന് നമ്മൾ അംബാനി ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ അദാനി ലിമിറ്റഡ് എന്നോ കണ്ടില്ല എന്ന് കരുതി ഇങ്ങനൊരു കാര്യമില്ല എന്ന് നമ്മൾ മാധ്യമങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത 100 കണക്കിന് കമ്പനികൾ ഇതിനകം ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ലിസ്റ്റിലുണ്ട്. ഏത് കമ്പനികളാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ കമ്പനികളൊക്കെ ആരുടെയാണ്? ഉണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഈ പറയുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു കാര്യമാണ്. അതാ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1-2 പോയിന്റ് കൂടെ ഉണ്ട്. അത് ഈ സ്ട്രെച്ചിൽ തന്നെ പറഞ്ഞാലേ അത് ശരിയാകത്തുള്ളൂ. 2017 ഈ 2017 ഫൈനാൻസ് ആക്ടിൽ 2017 എന്തായാലും രാജ്യം ഭരിക്കുന്നത് മോഡി സർക്കാരാണല്ലോ. അതിൽ 2.5% ഒരു കമ്പനിയിൽ നിന്ന്, ഒരു കോർപ്പറേറ്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഷെയർ പൊളിറ്റിക്കൽ പാർട്ടി സ്വീകരിക്കാവൂ എന്നുള്ളൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് അവരങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. അത് ഈ പറയുന്നത് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ നടന്നിട്ടുള്ളത്. അതിനു മുമ്പ് 2014 ഇതിപ്പോൾ കോൺഗ്രസ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്താണ് ഈ സംഭവിക്കുന്നത്. 2014 ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി വരുന്നു. എന്താണ്? FCRA ആക്ട് പ്രകാരം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ആ ആക്ട് പ്രകാരം നമുക്ക് വെളിയിൽ നിന്നുള്ള കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് പൈസ മേടിക്കാൻ പറ്റില്ല. വെളിയിലുള്ള കമ്പനിയുടെ സബ്സിഡറി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ സബ്സിഡറി ഫേമിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവർ FCRA ആക്ട് അമെൻഡ് ചെയ്തു. 2014 കോൺഗ്രസ്, അത് BJP വരുന്നതിന് തൊട്ട് മുമ്പാണ്. ഒരു പ്രശ്നവും ആർക്കും ഇല്ല. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനൊരു സബ്സിഡറി കമ്പനി, വെളിയിൽ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ട്, അതിൻ്റെ സബ്സിഡറി കമ്പനി ഇവിടെ കൊണ്ടുവന്നിട്ട് പണം മേടിക്കുന്നതിൽ തെറ്റില്ല എന്ന് കോൺഗ്രസിനും പ്രശ്നമില്ലായിരുന്നു. ഇത് വളരെ ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് പ്ലണ്ടർ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ജയ ഠാക്കൂർ പോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം CPIM പോയത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജയ ഠാക്കൂർ പോയത് കോൺഗ്രസ്സുകാരിയായ ജയ ഠാക്കൂർ പോകുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ അത് കോൺഗ്രസിന് അതിന് ക്രെഡിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് ഒരു കാരണവശാലും ഈ കാലത്ത് അതിൻ്റെ ക്രെഡിറ്റ് മേടിക്കാൻ പറ്റില്ല. ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവാ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. ഇന്ദിരാഗാന്ധിയാ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. ഇപ്പം ഈ ശ്രീകുമാരിയേട്ടൻ ഈ പറഞ്ഞ നിമിഷം ജയ ഠാക്കൂർ കോൺഗ്രസിലുണ്ടോ എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോൾ കാണത്തില്ല, കാര്യം അവർ BJPയിലായിരിക്കും. അങ്ങനൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പം ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇത് കോൺഗ്രസ് ആണോ, ഒരാളെ 2 പേരെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് ആണോ അതോ BJPയിലേക്ക് പോയോ എന്നുള്ള സംശയം ഇപ്പം നിൽക്കുന്ന ഒരു കാലത്ത് കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ജയ ഠാക്കൂർ പോയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡ് കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ കുറിച്ച്. പാർട്ടി നിയോഗിക്കുമായിരുന്നുവെങ്കിൽ